ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ലാബും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും നിങ്ങൾ ലാബ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തിയറി എക്സാമിന് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, എന്താണ് ഇൻ്റഗ്രൽസിൻ്റെ ശരിക്കും ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റും. ലാബ് നേരെ നോക്കി നോക്കാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ബേസിക് ആപ്ലിക്കേഷനാണത്. ഒരു കർവിൻ്റെ അണ്ടറിലുള്ള ഏരിയ കാണാൻ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ നോക്കി നോക്കാം. 2 ആക്ടിവിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ബൗണ്ടഡ് ബൈ എക്സ് ആക്സ്. ഇപ്പോൾ ഞാൻ ചിത്രം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണിത്. എക്സ് സ്ക്വയറിൻ്റെ അണ്ടറിൽ ഇത് 0 മുതൽ 2 വരെയുള്ള ഏരിയ. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പ് ഒന്നല്ലല്ലോ, ഒരു കർവൊക്കെ അല്ലേ. അപ്പോൾ ഈ ഏരിയ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആപ്ലിക്കേഷൻ യൂണിവേഴ്സിൽ പഠിച്ചിട്ടുണ്ട് 0 മുതൽ 2 വരെ എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആ ഏരിയ ആയിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ഇൻ്റഗ്രേഷനൊന്നും പഠിക്കണം എന്നില്ല, ജസ്റ്റ് കമാൻഡുകൾ കൊടുക്കാൻ പഠിച്ചാൽ മതി. അതിനെ നോക്കി നോക്കാം. അപ്പോൾ ഈ കമാൻഡാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. സിമ്പിൾ കമാൻഡാണ്. നമ്മൾ ഫംഗ്ഷൻ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മളവിടെ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ എന്തായിരുന്നു കമാൻഡ്? ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യും, ഫംഗ്ഷൻ്റെ പേര് ടൈപ്പ് ചെയ്യും, ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ എ ടു ബി, ഇങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ് പറയാം. ഒരു ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ ഉള്ള ഇൻ്റഗ്രലിനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് കാണണമെന്ന് കരുതാം. എന്താണ് കമാൻഡ്? ഇൻ്റഗ്രൽ എന്ന് ടൈപ്പ് ചെയ്യുക, ഫംഗ്ഷൻ്റെ പേര് എഫ്, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻ്റഗ്രൽ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ, എഫ് ഓഫ് എക്സ് എന്ന കർവിൻ്റെ അണ്ടറിൽ എക്സ് ആക്സിസിൻ്റെ അണ്ടറിൽ, ഇപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയറിൻ്റെയും എക്സ് സ്ക്വയർ എന്ന കർവിൻ്റെയും എക്സ് ആക്സിസിൻ്റെയും എക്സ് ഈക്വൽ ടു 2 എന്ന ലൈനിൻ്റെയും എക്സ് ഈക്വൽ ടു 0 എന്ന ലൈനിൻ്റെയും അതിൻ്റെയൊക്കെ ഇടയിലുള്ള ഏരിയ ആണ്. ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് എഫ് ഓഫ് എക്സ് എന്ന കർവ്, എക്സ് ആക്സിസ് എന്ന കർവ്, അല്ലെങ്കിൽ താഴത്തെ ലൈൻ എക്സ് ഈക്വൽ ടു എ എന്ന ലൈൻ, എക്സ് ഈക്വൽ ടു ബി എന്ന ലൈൻ. അപ്പോൾ 4 അതിരുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഏരിയ കാണാൻ കൊടുക്കേണ്ട ഇൻ്റഗ്രലാണ്, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കൊടുക്കേണ്ട കമാൻഡാണ് ഇത്. ഓക്കെ, എന്തായാലും പ്രോബ്ലം ചെയ്യാം. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് ആക്സിനും എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഫംഗ്ഷൻ വരയ്ക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വരയ്ക്കാം. നമ്മൾ ജിയോജിബ്ര എടുക്കണം, എക്സ് സ്ക്വയർ ഇൻപുട്ടായി കൊടുക്കണം. കൊടുത്തത് ശരിയായിട്ടില്ല, കാരണം ക്യാപിറ്റൽ എക്സ് ആണ്. ടൈപ്പ് ചെയ്ത് കാണിച്ചില്ല അല്ലേ, ക്യാപിറ്റൽ എക്സ് ആയെന്ന് വന്നില്ല. അപ്പോൾ സ്മോൾ ലെറ്റർ ആക്കിയപ്പോൾ വന്നു. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ വരച്ചു. ഓക്കെ, അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളോട് പറഞ്ഞുള്ള ഫംഗ്ഷൻ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് ആക്സിസ് എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 2. ഇത് കാണാൻ കൊടുക്കേണ്ട ഇൻപുട്ട് കമാൻഡ് എ ഈക്വൽ ടു എന്ന് കൊടുത്താൽ വളരെ നല്ലത്. നമ്മൾ ഏരിയൻ്റെ പേരായിട്ട് നമുക്ക് എ എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇനി അല്ല വെറും ഇൻ്റഗ്രൽ F02 എന്ന് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം അവർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാം അല്ലേ, എ ഈക്വൽ ടു ഇൻ്റഗ്രൽ F02. ജസ്റ്റ് എ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഉണ്ടോ, ഇതിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ കൊടുക്കേണ്ട കമാൻഡിൻ്റെ ഫോമാറ്റ് ഏതാ വേണ്ടത്? ശരിക്കും ഈ മൂന്നാമത്തെ ഫോമാറ്റാണ്, ഫംഗ്ഷൻ സ്റ്റാർട്ട് വാല്യൂ എൻഡ് വാല്യൂ. ഓക്കെ, അപ്പം ഇനി അതൊന്നും വേണമെന്നില്ല. ഫംഗ്ഷൻ്റെ പേര് എഫ്, സ്റ്റാർട്ട് വാല്യൂ 0 മുതലല്ലേ എൻഡ് വാല്യൂ 2 വരെ, എൻ്റർ കൊടുത്തു. ഇത്രയും കൊടുത്താൽ മതി. ഇൻ്റഗ്രൽ വാല്യൂ 2.67 കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ കണ്ടോ 0 മുതൽ 2 വരെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ ഇവിടെ ഷെയ്ഡഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിനി അടുത്ത ആക്ടിവിറ്റി ഒന്ന് നോക്കി. അപ്പോൾ നമുക്കതിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഇപ്പോൾ 0 മുതൽ 2 വരെ അല്ല 0 മുതൽ 3 വരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ റീജിയൻ ഉണ്ടല്ലോ ഷെയ്ഡഡ് ആയിട്ട് വരുന്നത്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എടുക്കുക, ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സ് തെളിഞ്ഞ് വരും. അതിൽ 0 മുതൽ 2 വരെയുള്ള 0 മുതൽ 3 ആക്കി കൊടുക്കുക, എൻ്റർ കൊടുത്താൽ അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു പോർഷൻ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കാണാം. അങ്ങനെ ഏരിയ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വാല്യൂസ് ഏരിയ ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്,
ഇതാണെങ്കിലോ അതിൻ്റെ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ആക്സ് എക്സ്, അതായത് അപ്പോൾ അത് വെച്ചിട്ട് -1 3 വരെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് -1 3 ആക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി 3 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 0 മാറ്റിയിട്ട് -1 എൻ്റർ കൊടുത്താൽ അപ്പോൾ ആ ഏരിയ 9.33. ഓക്കെ, അടുത്തത് -5 മുതൽ 0 വരെയാണെങ്കിലോ അപ്പോഴും ജസ്റ്റ് അതിൽ കൊടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ -1 ആയിരുന്നു, 3 മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഈക്വൽ ടു 42 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേണമെങ്കിൽ വേരി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ x² മാറ്റിയിട്ട് x² -1 ആക്കണം എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ മാത്രമല്ലേ മാറ്റേണ്ടത്, ബാക്കിയൊന്നും മാറ്റേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്തിട്ട് ഫംഗ്ഷൻ മാത്രം മാറ്റി, കർവ് എന്താണ് y ഈക്വൽ ടു x² -1. അപ്പോൾ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇൻപുട്ട് ബോക്സ് ഇവിടെ മതി അല്ലേ. ഫംഗ്ഷന് വേണമെങ്കിൽ ഒരു എഫ് എന്ന പേര് കൊടുക്കാം. ഓക്കെ, ഫംഗ്ഷൻ തന്നെ ഉള്ളൂ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് വരാനുള്ളത്. ഓക്കെ, എന്നിട്ട് x² ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്താക്കണം, x² -1 ആക്കണം, എൻ്റർ കൊടുക്കാം. ഓക്കെ, എൻ്റർ കൊടുത്താൽ ഇങ്ങനെയാണ് വാല്യൂ വരിക. ശരി, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് മുതൽ ഏത് വരെയാണ്, -1 മുതൽ 1 വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ -1 മുതൽ 1 വരെ അല്ല കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സിൻ്റെ ടൂൾ ബോക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമുക്ക് ടൂളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇൻപുട്ട് ബോക്സ് കയറി വരും. -1 മുതൽ 1 വരെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി വെക്കാം. എൻ്റർ. ഓക്കെ, വാല്യൂ വന്നാൽ എന്താണ്, -1.33 എന്നാണ്. ചേടാ, ഏരിയ നെഗറ്റീവ് ആവും ഇല്ല. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഇതുപോലത്തെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും. അത് കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും നോർമലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എക്സ് ആക്സിന് താഴത്തേക്കുള്ള ഏരിയ നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടുക. അത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഏരിയ എപ്പോഴും പറയുമ്പോൾ 1.33 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. കമ്പ്യൂട്ടർ അങ്ങനെ നെഗറ്റീവ് വാല്യൂ തരുന്നുണ്ടെങ്കിലും നമുക്ക് -1.33 ഉള്ളത് 1.33 എന്ന് എടുത്താൽ മതി. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള ഏരിയ 1.33 ആണ്. ഓക്കെ, ഇനി ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫങ്ഷൻസൊക്കെ വരച്ചിട്ട് അതിൻ്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇത് പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് എലിപ്സൊക്കെയാണ് വരാറുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇങ്ങനെ ഫങ്ഷൻസ് തന്നു കഴിഞ്ഞാലും, ഇപ്പം നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതായിരുന്നു, f(x) = x², അതായത് y = x² അല്ലേ. രണ്ടാമത്തത് y = x² - 1 ഇങ്ങനെയൊക്കെയല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് നാലാമത്തെ പിന്നെയും കുഴപ്പമില്ല, y = sin x ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും y² = x എന്നാണ്. ഇത് x²/16 + y²/9 = 1 എന്നാണ്. ഇത് x² + y² = 4 എന്നാണ്. അങ്ങനെ തന്നാലൊന്നും ഡയറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുക്കരുത്, y = എന്ന് മാറ്റുക, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചോ, തന്ന ഫംഗ്ഷനെ y = എന്ന് മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ y² = x എങ്ങനെ y = എന്ന് ആക്കി കൊടുക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. y² = x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിനകത്ത് ഉണ്ടെങ്കിൽ റൂട്ട് ആവും, അത്രയേ ഉള്ളൂ. y = √x എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. സോ എവിടെ നമുക്ക് ഇൻപുട്ട് ബോക്സിൽ പോയിട്ട് മാറ്റാം √x, അതായത് SQRT ബ്രാക്കറ്റിൽ x എൻ്റർ കൊടുത്തു. ഗ്രാഫ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, ഇൻ്റഗ്രലൊക്കെ പോയി. കാരണം -1 മുതൽ 1 വരെയുള്ള, ഇപ്പോൾ ഓൾറെഡി ഞാൻ Ctrl+Z അടിച്ചിട്ട് നേരത്തെ എടുക്കാം. ചേടാ വരുന്നില്ലല്ലോ, പോട്ടെ, നേരത്തെ തന്നെ എടുക്കാം. x² - 1 തന്നെ ആക്കാം. ഓക്കെ, ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇതിൽ ഏരിയ -1 മുതൽ 1 വരെയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ മാത്രം മാറ്റുമ്പോൾ കമ്പ്യൂട്ടർ റീഡ് ചെയ്യുക -1 മുതൽ 1 വരെയുള്ള ഏരിയ എന്നാണ്. പക്ഷേ നമ്മുടെ √x എന്ന ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, -1 മുതലൊന്നും ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് √x ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കൺഫ്യൂസ് ആവുകയുണ്ടാവുള്ളൂ. സോ
അങ്ങനെ വന്നപ്പോഴാണ് കമ്പ്യൂട്ടർ കൺഫ്യൂസ് ആയത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വന്നത്. നമുക്ക് ഏരിയ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ റൂട്ട് എക്സ് ആക്കി കൊടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് ഒന്ന് മാറ്റാം. മൈനസ് പോസിറ്റീവ് സൈഡിലേക്ക് മാത്രമാക്കി മാറ്റാം. ആദ്യം -1 മുതൽ 1 ഉള്ളതിന് പകരം ഞാൻ വേണമെങ്കിൽ 0 to 1 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 0 to 1 റൂട്ട് എക്സിനും ഉണ്ടല്ലോ. ഇനി നമുക്ക് റൂട്ട് എക്സ് ആക്കി നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. റൂട്ട് എക്സ് എൻ്റർ കൊടുത്ത് ഇപ്പം ഉണ്ടല്ലോ, കാര്യം മനസ്സിലായല്ലോ. നേരത്തെ -1 മുതൽ 1 വരെ ഗ്രാഫ് ഇല്ലാത്തതുകൊണ്ടാണ് കമ്പ്യൂട്ടർ കൺഫ്യൂസ് ആയത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അവരുടെ ആവശ്യം പോലെ നമുക്ക് ഏത് മുതൽ ഏത് വരെ പറഞ്ഞില്ല 1 to 4 വരെയാണ്. അപ്പോൾ നമുക്ക് പണിയില്ല, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, 1 to 4 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, 1 to 4. ഈ ധാരണ ഇല്ലാത്തവർ പോയി കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും, എവിടെ തെറ്റിയെന്ന് അറിയാതെ വെറുതെ അന്തം വിട്ടിരിക്കും. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി 1 to 4 വരെ y² = x, അഥവാ y = റൂട്ട് എക്സിൻ്റെ ഏരിയ ആയി. ഓക്കെ, ഇത്ര കഴിഞ്ഞാൽ മതി. ആ ഗ്രാഫ് അല്ലെ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇനി അടുത്തത്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വേണം. അടുത്ത എലിപ്സിന് എങ്ങനെ y = ആക്കുന്നുള്ളത് പല കുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് തിയറി എക്സാമിനും ആവശ്യമുണ്ട്. ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് x² / 16 മൊത്തമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ y² / 9 = 1 - x² / 16. ഇവിടെ ഫ്രാക്ഷൻ സബ്ട്രാക്ഷൻ അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 16 അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 16 - അല്ലെ, ഇത് 1/1 എന്ന് എഴുതിയിട്ടേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 16 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1 × 16 16, 1 × x², x². അപ്പോൾ 16 - x² / 16 ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് y² / 9 ആണ്. ഇനി ആരെ കൊണ്ടുപോകാം? 9നെ കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? 9 × ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം 16 - x² എന്നുള്ളത് ഒറ്റ ടേമാണ്. ഓൾ / 16. ഇനി സ്ക്വയറിനെ കൊണ്ടുപോകാം, അപ്പോഴാണ് y = എന്നാവുള്ളൂ. സ്ക്വയറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ √9 × 16 - x². x² ഒന്നും പുറത്തേക്ക് വരുത്, സ്ക്വയർ ഒന്നും പുറത്തേക്ക് വരുത് കേട്ടോ, /16 വരും. ഇതിന് നമുക്ക് 9 റൂട്ടുണ്ട്, 16 റൂട്ടുണ്ട്. 9ൻ്റെ റൂട്ട് എന്താണ്? 3. 16ൻ്റെ റൂട്ട് എന്താണ്? 4. √16 - x². ഇതാണ് y = എന്നുള്ള ഫോമാറ്റ്. ഇത് ബൈ ഹെർട്ട് പഠിക്കേണ്ടവർക്ക് പഠിക്കാം, ഞാൻ ജനറൽ ആയിട്ടുള്ളത് എഴുതിത്തരാം. അല്ല, ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ ശീലമുള്ളവർക്ക്, കഴിയുന്നുള്ളവർക്ക് അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം. ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ x² / a² + y² / b² = 1 ആണെങ്കിൽ y = എന്ന് പറഞ്ഞ് വരിക b/a. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ a² b² ആണ്. b/a √(a² - x² ആയിരിക്കും. ഓക്കെ, ഇതാണ് ജനറൽ ഫോമാറ്റ്. ഇത് വെച്ച് ഡയറക്റ്റായിട്ട് എഴുതിയാലും മതി. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനെ നോക്കി നോക്കുക, ഇവിടെ a എന്താ b എന്താ? ഇവിടെ a² ആണ് 16, b² 9 ആണ്. അപ്പോൾ a എന്തായിരിക്കും? a എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, b എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് എഴുതി നോക്ക്. b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4. √(a² എന്ന് പറഞ്ഞാൽ 16 - x². അതല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ബൈ ഹെർട്ട് പഠിച്ചിട്ട് എഴുതാം, അല്ല ഇങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാവാം, തെറ്റിക്കരുത്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രാക്കറ്റൊക്കെ വൃത്തിയായിട്ട് ഇടണം. എങ്ങനെയാണ് ആദ്യം നമ്മൾ ഫംഗ്ഷൻ മാറ്റി കൊടുക്കല്ലേ വേണ്ടത്. ഓക്കെ, 3/4 √16 - x². ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, 3/4. അതിന് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി SQRT ബ്രാക്കറ്റ് കൊടുക്കുക, 16 - x, പിന്നെ നിങ്ങളുടെ മോളിക്കുള്ള സിമ്പിൾ x², അതിനും ബ്രാക്കറ്റ് കൊടുക്കുക. ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, നോക്കി വെക്കാം. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കമാൻഡ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൊടുക്കുക. എൻ്റർ കൊടുത്താൽ ഇങ്ങനെ വരും. ചേട്ടാ, ഇതിപ്പോൾ എലിപ്സ് മുഴുവൻ ഇല്ലല്ലോ, പകുതി എലിപ്സ് അല്ലേ ഉള്ളൂ. മനസ്സിലാക്കുക, പകുതി എലിപ്സേ കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ എങ്ങനെ എലിപ്സ് ഇങ്ങനെ ഫംഗ്ഷൻ വെച്ച് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും പകുതിയേ വരുള്ളൂ. അപ്പോൾ ചോദ്യം എന്താണെന്ന് ഒന്നും കൂടെ നോക്കി നോക്കുക. അത് ഏത് മുതൽ ഏത് വരെ എന്നൊന്നും പറയുന്നില്ല, എലിപ്സിൻ്റെ മൊത്തം ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എലിപ്സ് ഏത് മുതൽ ഏത് വരെ വേണം? -4 മുതൽ 4 വരെ വേണം. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. അപ്പോൾ നമുക്ക്
ഒന്ന് ലോജിക്കലി ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഏത് മുതൽ ഏത് വരെ, -4 മുതൽ 4 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ടേ 1 to 4 എന്നുള്ളത് നമ്മൾ നേരത്തെ കൊടുത്താൽ -4 to 4 ആക്കാം. എൻ്റർ കൊടുത്തു. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഒരു A = 18.85. ഇതാണോ ഫുൾ ഏരിയ? ഓക്കെ, പല കുട്ടികളും നല്ല വൃത്തിയായി ചെയ്തിട്ട് ഇവിടെ ഫൈനൽ ആൻസറായിട്ട് 18.85 എന്ന് എഴുതി കൊടുക്കും. അല്ല, അവിടെ കംപ്ലീറ്റ് ആയില്ല എന്ന് മനസ്സിലാക്കുക. ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ അല്ലേടാ, ഇതിപ്പോൾ എലിപ്സിൻ്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏരിയ 18.85. അപ്പോൾ എലിപ്സിൻ്റെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്കും കൂടെ ഇതിൻ്റെ ഒരു പകുതിയും കൂടെ ഉണ്ടാവും. സോ 2 × 18.85 കൂടെ ചെയ്തിട്ടേ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കാൽക്കുലേറ്റർ നമുക്ക് ജിയോജിബ്രേനെ കാൽക്കുലേറ്ററായിട്ട് യൂസ് ചെയ്യാം. 18.85 × 2 ചെയ്യാൻ അതെന്ത് ചെയ്യുന്ന പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർ യൂസ് ചെയ്യുക. 8ൻ്റെ മുകളിലുള്ള ഷിഫ്റ്റ് യൂസ് ചെയ്ത് സ്റ്റാർ കൊടുത്താൽ മതി. ഓക്കെ, സ്റ്റാറാണ് ഇൻറ്റു. എൻ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കാണാം 37.7. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ സയൻറ്റിഫിക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എലിപ്സിൻ്റെ ഏരിയ എങ്ങനെ കാണേണ്ടത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എലിപ്സ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അടുത്തത് x² + y² = 4 ആണ്. അവിടെയും നമുക്ക് y = ആക്കി എഴുതണം. ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. എലിപ്സ് എന്ന് സർക്കിൾ ആകുമ്പോൾ എയും ബിയും 1 ആവണമെന്ന് ആലോചിച്ചാൽ മതി. A² B² താഴെ ഉണ്ട്, അത് 1 ആണ്. 1 അല്ല, ഇവിടെ 2 ആണ്. ഓക്കെ, അത് എയും ബിയും സെയിം ആയതുകൊണ്ടാണ്. ഇവിടെ എയും ബിയും 2 ആണ്. അപ്പോൾ വേണ്ട, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട, നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ആലോചിച്ചോ. ഇത് സർക്കിളാണ്. x² + y² = r² എന്നുള്ള ഫോമാറ്റ് അല്ലേ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, y = എന്നുള്ള ഫോമാറ്റാക്കി മാറ്റണം. x² + y² = 4 എന്നുള്ളതിനെ ഞാൻ കാണിച്ചു തരാം. x² + y² = 4 അല്ലേ, അത് നമുക്ക് x² അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 4 - x² ആവും. y = എന്ത് എഴുതാം, സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോയി √4 - x². ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ട ഫങ്ഷൻ. ഓക്കെ, കൊടുത്തു നോക്കാം എന്താ വരുന്നത് എന്നുള്ളത്. ഇത് ഞാൻ മാറ്റുന്നു. √4 - x² അല്ലേ, അപ്പം SQRT 4 - x². എൻ്റർ കൊടുത്തു. ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, നമ്മുടെ ഇൻ്റഗ്രൽ കാണാനില്ല. ഇല്ലല്ലോ, കാരണം നമ്മൾ നേരത്തെ കൊടുത്തത് -4 മുതൽ 4 വരെ. ഈ സർക്കിളിന് -4 മുതൽ 4 വരെ ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഇൻപുട്ട് ഇങ്ങനെ മാറ്റുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്കത് ഇവിടെ വന്നിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ലേ ഇപ്പോൾ ഉള്ളത്. ഇതിൽ വന്നിട്ടൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ പരീക്ഷയ്ക്കും പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് നിങ്ങളുടെ ലാപ്പിലും ഇവിടെ വന്ന് എഡിറ്റ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ -4 മുതൽ 4 വരെയുള്ള ഇവിടെ ശരിക്കും ഇതിപ്പോൾ സർക്കിളിൻ്റെ പകുതിയാണ്. അപ്പോൾ പകുതി കണ്ടിട്ട് ഇരട്ടി കണ്ടാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ -4 മുതൽ 4 ഉള്ളതിന് പകരം ഇവിടെ ഏതാ മിനിമം, -2, മാക്സിമം 2. ഓക്കെ, അപ്പോൾ നമുക്ക് -4 മുതൽ 4 വരെ ഉള്ളത് നടക്കും നോക്കാമല്ലോ. -2 മുതൽ 2 വരെ ആക്കി കൊടുക്കാം. എൻ്റർ കൊടുത്തു. അതെ, ഇപ്പോൾ ശരിയായി. 6.28. ശരിക്കും ഇത് റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr², 4π ആണ് വരും. π × 2² എന്ന് പറഞ്ഞാൽ 4π ആണ്. ഇതിൽ 2π വാല്യൂ ആണ് 6.28. എന്തായാലും സർക്കിളിൻ്റെ പകുതിയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 6.28 × 2 ചെയ്താൽ പോരെ. അത് നിങ്ങളിവിടെ കൊടുത്തിട്ട് ചെയ്തോ. ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ഏരിയയും കാണേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, തന്നതിനെ y = ഫോമിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത y = sin x, അതും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കി നോക്കാം. ഇനി ഇതിലൊരു കാര്യം കൂടെ പറയാനുള്ളത്, ചില കുട്ടികൾ കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നോക്കി നോക്കുക, സർക്കിളിൻ്റെ കേസിൽ ഇത് 0 മുതൽ 2 വരെ കണ്ടിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പോരെ. -2 മുതൽ 2 വരെ ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ പകുതിയാണ്. അത് ക്വാർട്ടർ പോർഷൻ എടുത്തിട്ടേ 0 മുതൽ 2 വരെ നിങ്ങൾ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2 ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ പകുതി, ഇതിൻ്റെയും പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇത് എലിപ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങളോട് തിയറി പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, 3rd ക്വാർട്ടറിലത്തെ ഏരിയ കാണാം, 1st ക്വാർട്ടറിലത്തെ ഏരിയ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അതേ കൺസെപ്റ്റാണ്. അപ്പോൾ ലിമിറ്റ് ഒന്ന് നോക്കിയാൽ മതി. ലിമിറ്റ് -2 മുതൽ 2 വരെ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ പകുതി കിട്ടും. 0 മുതൽ 2 വരെ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ കിട്ടും. ലാസ്റ്റ് ഇതൊരു y = sin x കൂടെ നോക്കി വെക്കാം. നമുക്ക് ഇത് മാറ്റിയിട്ട് ജസ്റ്റ് എന്താണ് കുഴപ്പം നോക്കി വെക്കാം. sin x ഗ്രാഫ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇതല്ല വേണ്ടത്. എന്തായിരുന്നു, x = π മുതൽ x = 2π വരെയാണ്.
അതിന് പ്രശ്നമൊന്നുമില്ലടാ. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏരിയയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. പൈ മുതൽ 2π വരെ അല്ലേ, നിങ്ങൾ പൈന്ന് കൊടുത്തോ. പൈ, 2π. വേണ്ടവർക്ക് എന്താ എക്സ് ആക്സിൻ്റെ അതൊക്കെ മാറ്റി കൊടുത്തു വേണമെങ്കിൽ നോക്കട്ടോ. അതെ, പൈ മുതൽ 2π വരെ വന്നിട്ടുണ്ട്. പക്ഷേ 3 പോയിൻ്റ് അല്ലെങ്കിൽ 3.6 എന്നൊക്കെ കാണാനുള്ളത് അത് പൈൻ്റെ വാല്യൂസാണ്. എങ്ങനെയാണ് ഇതിൻ്റെ അത് മാറ്റുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഇവിടുത്തെ സെറ്റിങ്സ് ആണ്. ഓക്കെ, എക്സ് ആക്സിൽ പോവുക, ഡിസ്റ്റൻസ്, അതിൽ ഓൾറെഡി പൈ ഉണ്ട്, അത് മതി. അപ്പോൾ നോക്കി നോക്ക്, കറക്റ്റ് പൈ മുതൽ 2π വരെയുള്ള വാല്യൂ അല്ലേ. എത്രയാണ് അത്? A=-2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് വേണ്ടുന്ന പോസിറ്റീവ് ഏരിയ ആണ്. സോ A=2 ആണ് ഫൈനൽ ആൻസർ. കുഴപ്പമില്ലാന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഈ ആക്ടിവിറ്റി 1. അത്രയും സിമ്പിളാണ്. ഏരിയ കാണാൻ കൊടുക്കേണ്ട ഇൻപുട്ടിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു പ്രശ്നം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെയ്തപ്പോഴേ -1 മുതൽ 1 വരെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നെഗറ്റീവ് ഏരിയനെ പറ്റി, ഇത് ഇപ്പോൾ ചെയ്തപ്പോഴും അതെ, നെഗറ്റീവ് ഏരിയ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാൻ ഇതിൽ ചെറിയൊരു ചേഞ്ച്, സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ തന്നെ ഇപ്പോൾ ഓക്കെ, ഞാൻ ലിമിറ്റ് പൈ മുതൽ 2π എന്നുള്ളതിൻ്റെ പകരം ഒരു 0 മുതൽ 2π വരെ ആക്കും. എൻ്റർ കൊടുത്താൽ നോക്കണം, ഏരിയ എന്താ? 0 എന്നാ. അതായത് ഇത്രയും ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏരിയ 0 എന്നാ. ഏരിയ എങ്ങനെ 0 ആവുക? ഏരിയ ഉണ്ടല്ലോ. കാരണം വേറൊന്നല്ല, മുകളിലേക്കുള്ളത് പോസിറ്റീവും താഴത്തേക്കുള്ളത് നെഗറ്റീവായി എടുത്തപ്പോൾ രണ്ടും കൊണ്ട് ആഡ് ചെയ്തപ്പോഴേ അത് ക്യാൻസലായി പോയതാണ്. അപ്പോൾ ഇതിനെ മൊത്തം പോസിറ്റീവാക്കി കിട്ടണം. അല്ലെങ്കിൽ എത്രയൊന്നും നമുക്കൊരു ധാരണയില്ല. സംഭവം ഇതിൻ്റെ പകുതി കിട്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഓക്കെയാണ്, പക്ഷേ പകുതിയും കിട്ടില്ലല്ലോ. ഓക്കെ, ഇനി 0 to 2π എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു π/2 to 2π ആണെന്നുണ്ടെങ്കിൽ അപ്പം അതും ഒരു കൺഫ്യൂഷനായി വരാം. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റിയിൽ. ഇപ്പോൾ π/2 to 2π ആണെന്ന് വരുന്നത്. ഇപ്പോൾ A=-1. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നേരത്തെ കണ്ടത് നമ്മൾ ഈ പൈ മുതൽ 2π വരെയുള്ള ഏരിയ 2 എന്ന് എഴുതിയത്, അതായത് -2 കണ്ടിട്ട് 2 എന്ന് എഴുതി. ഇതിപ്പോൾ ഏരിയ -1 എന്നാണ്, അത് 1 എന്ന് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്കും ഏരിയ കൂടുക ചെയ്തത് അല്ലേ, ഈ ഏരിയൻ്റെ കൂടെ ഈ ഒരു കഷ്ണം കൂടെ കൂടുതലല്ലേ ചെയ്തു, എന്നിട്ട് നമ്മൾ ഏരിയ 1 എന്ന് എഴുതി ശരിയാവും. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമ്മൾ വെറുതെ നെഗറ്റീവ് വാല്യൂവിനെ പോസിറ്റീവ് ആക്കുന്നത് തെറ്റായ ആൻസറിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഭാഗം മേലെയും ഇതുപോലെ കുറച്ച് ഭാഗം മേലെയും കുറച്ച് ഭാഗം താഴെ ആവുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, എത്ര കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റ സ്റ്റെപ്പ്, ഒരേ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. ഓക്കെ, അതാണ് അടുത്ത ആക്ടിവിറ്റി. നോക്കി നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. y=x² - 3ൻ്റെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനിലൂടെ ചെയ്യാൻ പറ്റില്ല, രണ്ട് സൈഡിലുണ്ടെന്ന്. അതാണ് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. x² - 3 ആക്കി കൊടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനെ x² - 3 എന്നുള്ള ഫങ്ഷൻ ആക്കി കൊടുക്കാം. x² - 3. അയ്യോ, -3 മേലെ വന്നു അല്ലേ. -3 എൻ്റർ കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ ഇതല്ല നമ്മുടെ ലിമിറ്റ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റ് നമ്മളോട് ഇപ്പോൾ π 2π ഒക്കെ മാറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എക്സ് ആക്സിൽ 1 തന്നെ മതി, നോർമലി ട്രിഗണോമെട്രി അല്ലല്ലോ. ഓക്കെ, ഇനി അതിൽ ലിമിറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ π 2πയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നത്. -3 മുതൽ 3 വരെയാണ്. അപ്പോൾ -3 മുതൽ 3 വരെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ π 2π കണ്ടോ, π/2 to 2π വരെയാണ് ഉള്ളത്. അപ്പുറത്തൊരു ഫങ്ഷൻ ഉണ്ടോ, അതുകൊണ്ടാണ് ഈ സൗണ്ട്. -3, 3 വരെയാണ്. ഓക്കെ, നോക്കി നോക്ക്. സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏരിയ 0 ആണെന്നാണ് കമ്പ്യൂട്ടർ പറഞ്ഞു തരുന്നത്. നമുക്ക് ആ വാല്യൂ മതിയോ? പോരല്ലോ, ആ ഷെയ്ഡ് ചെയ്ത് മൊത്തം എത്ര ഏരിയ എന്ന് കിട്ടണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 0 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ എങ്ങനെ ആ 0 മാറ്റിയിട്ട് കറക്റ്റ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടത് എന്ത് ചെയ്യണം? ഈ എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ എത്രയാണ്, എക്സ് ആക്സിൻ്റെ മുകളിലുള്ള ഏരിയ സെപ്പറേറ്റ് കാണാനൊന്നും നിൽക്കേണ്ട ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ ചെയ്യാം. എക്സ് ആക്സിൻ്റെ താഴെയുള്ള ഏരിയ കണ്ട് എക്സ് ആക്സിൻ്റെ മുകളിലുള്ള ഏരിയ കണ്ട് എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ദേ ഇങ്ങനെ -3 മുതൽ ഈ പോയിൻ്റ് ഏതാണെന്ന് പോലും അറിയില്ല. ആ പോയിൻ്റ് ആദ്യം ഇൻ്റർസെക്ഷൻ ടൂൾ വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് എന്നിട്ട് -3 മുതൽ ഇതുവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഏരിയ ഇവിടെ കിട്ടും, അത് നോട്ട് ചെയ്യാം. ഇനി ഈ പോയിൻ്റ് മുതൽ ഇവിടുത്തെ പോയിൻ്റ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
അത് ഇൻ്റർസെക്ഷൻ ടൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ താഴത്തെ ഏരിയ കിട്ടും, അതും നോട്ട് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെ 3 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ആ 3 വാല്യൂയും കൂടെ, ഇത് നെഗറ്റീവാകും കിട്ടുക, അത് പോസിറ്റീവാക്കി എടുത്തിട്ട് ആ 3 വാല്യൂയും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ ചെയ്യാം. ആൾട്ടർനേറ്റ് മെത്തേഡാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഞാൻ കാണിച്ചു തരാം. അത്രയും സിമ്പിളാണ്. ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ x² - 3 ആയിരുന്നില്ലേ, നമുക്ക് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്താ, ഒരു മോഡുലസ് എടുക്കുക അല്ലേ. അപ്പോൾ x² - 3നെ നമ്മൾ ജസ്റ്റ് മോഡ് x² - 3 ഒന്ന് ആക്കി നോക്കാം, എന്താ ഉണ്ടാവുക നോക്കാമല്ലോ. അപ്പോൾ ഈ 2ഉം 3ഉം ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ പണി തീരും. ഓക്കെ, x² - 3 എന്നുള്ളതിനെ എഡിറ്റ് ചെയ്യാം. എങ്ങനെ എഡിറ്റ് ചെയ്താലേ മോഡുലസ് ആവുക, ABS എന്നുള്ളൊരു അഡീഷണൽ സാധനം കൂടെ കൊടുക്കാം. ABS ഇത് കൊടുത്തപ്പോഴേ ഈ x² - 3 പുറത്തു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്താക്കിയിട്ട് x² - 3 ടൈപ്പ് ചെയ്യാം. x² - 3 എൻ്റർ കൊടുത്തു. കണ്ടോ ഇപ്പോൾ എന്താ ഉണ്ടായത്, നമ്മുടെ താഴെയുള്ള ആ സംഭവം ഉണ്ടല്ലോ, ഗ്രാഫിൻ്റെ പോർഷൻ ഏരിയ, അത് മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ആൻസർ, 13.86. ഈ ഏരിയ പ്ലസ് ഈ പോസിറ്റീവ് ഏരിയ പ്ലസ് ഈ ഏരിയ, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ട് ആൻസറായിട്ട് എഴുതി കഴിഞ്ഞാൽ സംഭവം തീർന്നു. ഓക്കെ, ആ കമാൻഡ് നിങ്ങൾ എന്നിട്ട് കമാൻഡ് നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏരിയ വരും. അപ്പോൾ അത് വെച്ചിട്ട് ഈ 4 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാബ് കഴിഞ്ഞു. ഓക്കെ, y = sin x, x ആക്സ് x = 0 മുതൽ 2π വരെ. നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം sin x ആക്കി കൊടുക്കാം. ഫംഗ്ഷന് sin x ആക്കാം. എൻ്റർ. ഇപ്പം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നമ്മളോട് ലിമിറ്റ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. 0 to 2π അല്ലേ, 0 2π. സൗണ്ട് വല്ലാതെ ഡിസ്റ്റർബൻസ് ആണല്ലേ, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ കൂടെ ചെയ്തോ. അപ്പോൾ ഇതാണ്ടോ വാല്യൂ ഇവിടെ എന്താ, ഇപ്പോൾ a = 0 ആണ്, ഏരിയ 0. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ a = 0 ആണ് വന്നിട്ടുള്ളത്. അതിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഈ താഴെയുള്ള കൂടെ മേലേക്ക് ഉണ്ടായ പോലെ താഴെയുള്ള കൂടെ മേലേക്ക് കൊണ്ടുപോകാനുള്ള വഴി ABS ബ്രാക്കറ്റിൽ, ABS അങ്ങനെ കൊടുത്ത് കേട്ടാൽ കിട്ടില്ല അല്ലേ. നമുക്ക് ABS ബ്രാക്കറ്റിൽ sin x എൻ്റർ കൊടുത്തു. ആൻസർ കണ്ടല്ലേ, a = 4 കിട്ടും. അത്രയേ ഉള്ളൂ. അതേപോലെ നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യാം. ഇതിലിപ്പോൾ ബുദ്ധിമുട്ടിക്കാൻ മാത്രമൊന്നുമില്ല. x³ നിങ്ങളിത് മോഡുലസ് കൊടുത്താൽ മതി. മൂന്നാമത്തെ ചെയ്യാം, മോഡുലസ് ഓഫ് x - 2. ഓക്കെ, എടാ ഒന്നുമില്ലടാ, എല്ലാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മോഡുലസ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഇവിടെ മോഡുലസ് ഓഫ് x - 2 പറഞ്ഞു കഴിഞ്ഞാൽ ABS x - 2 എൻ്റർ കൊടുത്തു. എത്ര ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്, -1 മുതൽ 3 വരെയാണ്. അപ്പോൾ ഞാൻ ലിമിറ്റ് മാറ്റുന്നു. ഇപ്പോൾ 0 2π നമ്മൾ നേരത്തെ ചെയ്തല്ലേ, -1 മുതൽ 2 വരെ എൻ്റർ കൊടുത്തു. 2 വരെ അല്ല 3 വരെയാണോ, ഞാൻ പെട്ടെന്ന് -1 മുതൽ 3 വരെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണം. ഇനി വെറുതെ ലാഗാക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തീർക്കാം. ഇത് ചെറിയ ലാമ്പാണ്. ഇപ്പോൾ a = -3 അല്ലേ, അതിന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ഇതിനൊരു ABS കൂടെ കൊടുക്കണം. ഓക്കെ, ശ്രദ്ധിക്കാം, ഓൾറെഡി ABS ഉണ്ട്, അതിനകത്ത് ABS അല്ല, അതിന് പുറത്ത് ABS കൊടുക്കണം. അപ്പോൾ ABS ബ്രാക്കറ്റിൽ ഈ ടൈപ്പ് ചെയ്ത മൊത്തം ABS x - 2 കണ്ടോ, മോഡുലസ് ഓഫ് മോഡ് x - 2 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ താഴെയുള്ള കൂടെ മേലേക്ക് കയറും. കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നോക്കാം. ലാസ്റ്റത്തേയും കൂടെ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, കിട്ടേണ്ടതാണ്. സിമ്പിളായിട്ടുള്ള ലാബാണ്, പെട്ടെന്ന് തീരും. 2 കാര്യമുള്ളൂ, എങ്ങനെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് കമാൻഡ് കൊടുക്കും എന്നുള്ളതും, അത് നെഗറ്റീവിലേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മേലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും. ഇത്രയും അറിയാനുള്ളൂ ഈ ലാബിൽ. സിമ്പിളായിട്ട് മസ്റ്റായിട്ടും ചെയ്ത് പഠിക്കണം. ലാബ് സ്കിപ്പ് ചെയ്യരുത്.